ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെന്റൽ ടോക്കിലേക്ക് സ്വാഗതം. മിക്ക ആൾക്കാരും ഒരുവിധം ഡെന്റൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും സംശയമാണ്, നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് കവർ ഇട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ പല്ലിൽ കവർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക, അപ്പം അതിന് നമ്മൾ ഏത് തരം കവറുകളാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിനൊക്കെ എത്ര റേറ്റ് വരും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സംശയത്തിന് ഉത്തരവായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണ് റൂട്ട് കനാൽ? റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പല്ലിലെ കേടുകൾ ഇനീഷ്യൽ സ്റ്റേജ്, തുടക്കത്തിൽ ഇനാമൽ എന്ന് പറയുന്ന ലെയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് ഉള്ളിലോട്ട് വരുന്നതിനനുസരിച്ച് ഡെന്റിൻ, അതുപോലെ തന്നെ പൾപ്പ്, ഈ പൾപ്പിലാണ് ശരിക്കും നമ്മുടെ ബ്ലഡ് വെസൽസും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഞരമ്പിന്റെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിവിയർ ആയിട്ട് വേദന വരും. ഈ ഒരു സ്റ്റേജിൽ, അതായത് ഞരമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് പല്ല് വേദന അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലുകളെ നമുക്ക് അടച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മിക്ക പേഷ്യൻസും പല്ലിൽ വേദന വന്നു കഴിഞ്ഞാലാണ് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഈ പൊത്തൊന്ന് അടച്ചു തരാൻ പറ്റുമോ ചോദിക്കുക. പക്ഷെ ഞരമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലുകളെ സാധാരണ രൂപത്തിൽ അടച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പല്ലുകളെ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ആ പല്ലുകളെ സംരക്ഷിക്കാൻ സാധിക്കും. അതായത് റൂട്ട് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേരിലോട്ട് എത്തി, അതായത് ഞരമ്പിലോട്ട് എത്തിക്കഴിഞ്ഞ ഇൻഫെക്ഷന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അവിടെ പകരം വേറൊരു മരുന്ന് വെച്ചിട്ട് അത് അടച്ചു കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പല്ലുകൾക്ക് നമ്മൾ കവർ ഇട്ട് കൊടുക്കണോ വേണ്ടയോ, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പം റൂട്ട് കനാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ഭയങ്കര ബ്രിട്ടിലായിരിക്കും. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന പല ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചിക്കൻ പീസ്, ബോൺ എല്ല് കടിച്ച് പൊട്ടിക്കുക, അതുപോലെ ഈവൻ മിഠായി, അങ്ങനത്തെ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കടിക്കുമ്പം ആ ഒരു ഫോഴ്സിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പല്ലിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അത്തരത്തിലുള്ള നോർമൽ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പോലും നമ്മുടെ ആ പല്ലിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ശക്തിയില്ല. അപ്പോൾ അത് കാരണം ആ പല്ല് വേഗം തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പൈസ കൊടുത്ത് റൂട്ട് കനാൽ ചെയ്തത് നമുക്ക് വെറുതെ ആവും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ആ പല്ലുകൊണ്ട് നമുക്ക് ഉപകാരം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ നമ്മൾ തീർച്ചയായും കവർ ഇട്ട് കൊടുക്കൽ അത്യാവശ്യമാണ്. പക്ഷെ ചില കേസുകളിൽ നമുക്ക് കവർ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില കേസിൽ നമ്മൾ നിർബന്ധമായിട്ടും കവർ ഇട്ട് കൊടുക്കണം. അതൊരു ഡോക്ടർ നോക്കിയിട്ട് നമുക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പല്ലിനെ നമ്മൾ മരുന്ന് വെച്ച് ഫില്ല് ചെയ്യും. അതിനുശേഷം പല്ലുകളെ നമ്മൾ രാവി അതിന് ക്യാപ്പിൻ്റെ ഇടാൻ പാകത്തിനായിട്ടുള്ള അളവെടുത്തിട്ട് അത് ലാബിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ റൂട്ട് കനാൽ നമ്മൾക്ക് സിംഗിൾ സിറ്റിങ്ങിലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിറ്റിങ്ങിലും നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ സിറ്റിങ്ങിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത കേസാണ്, നമുക്ക് ജസ്റ്റ് ഞരമ്പിലോട്ട് എത്തി പെയിന് വന്നിട്ടേ ഉള്ളൂ, വേരിൻ്റെ അടിയിൽ പഴുപ്പൊന്നും ഇല്ലാത്തൊരു കേസാണെങ്കിൽ നമുക്ക് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അപ്പോയിൻമെന്റിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അല്ല, പല്ലിൻ്റെ അടിയിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ട്, അവിടെ ഒരു പുളകം പോലെ വന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഡിസ്ചാർജ് വരുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ 2-3 പ്രാവശ്യം വന്നിട്ട് വേണ്ടി വരും നമുക്ക് ആ ഒരു റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതിനുശേഷം നമ്മൾ പെയിനൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കവറിന് നമ്മൾ അളവെടുക്കാൻ ക്ലിനിക്കിൽ പോകേണ്ടത്. അപ്പോൾ ഡോക്ടർ അതിനനുസരിച്ച് അപ്പോയിൻമെൻറ്റ് തരും, നമ്മൾ ക്ലിനിക്കിൽ പോവുക, എന്നിട്ട് നമ്മൾ കവറിന് അളവെടുക്കുന്നു, എന്നിട്ട് കവർ എത്തിക്കഴിഞ്ഞാൽ ക്ലിനിക്കിൽ നിന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊരു 3-4 ഡേയ്സ് കവർ ലാബിൽ നിന്ന് ഉണ്ടാക്കി വരാനുള്ള ഒരു സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടർ അത് ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ കവർ ഇടുമ്പോൾ നമുക്ക് ഏതൊക്കെ കവറുകളുണ്ട്, പലതരത്തിലുള്ള കവറുകളുണ്ട്, ഏത് നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ മിക്ക ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാകും. അതായത് പലതരത്തിലുള്ള കവറുകളുണ്ട്. മെറ്റൽ, അതായത് സ്റ്റീലിൻ്റെ കളറുള്ള കവറുകളുണ്ട്, അതുപോലെ തന്നെ സെറാമിക് കോട്ടിംഗ്, അതായത് ഈ മെറ്റലിൽ തന്നെ സെറാമിക് കോട്ടിംഗ് വരുന്ന തരത്തിലുണ്ട്, സിർക്കോണിയ ക്രൗൺസുകളുണ്ട്, അതുപോലെ തന്നെ ഇമാക്സ് ക്രൗൺസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്രൗൺസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിൻ്റെയൊക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ചും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്യാരണ്ടികളുണ്ട് ക്രൗൺസിന്. അതിനനുസരിച്ചൊക്കെ പല റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മെറ്റൽ ക്രൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ കളറായിരിക്കും. ഇപ്പം മിക്ക ആൾക്കാരും അത്
ഇത് എടുക്കാറില്ല. അത്തരത്തിലുള്ള ക്രൗൺസ് നമ്മൾ പറഞ്ഞു കൊടുത്താലും പേഷ്യൻസ് വേണ്ട, അത് നമ്മൾ വായ തുറന്നാൽ തന്നെ മെറ്റൽ കളർ, അതായത് ഒരു സ്റ്റീലിന്റെ കളർ അത് എടുത്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും അതിന് വില്ലിങ് ആവാറില്ല. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഈസ്തറ്റിക്കലി വെരി പുവർ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വായ ഒരാൾ തുറന്നാൽ തന്നെ വായയിൽ ഫുള്ള് ബ്ലാക്ക് കളറിൽ നമുക്ക് കവർ ഉള്ളത് അറിയാൻ സാധിക്കും വേഗം തന്നെ. അപ്പൊ ഈവൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കത് പിന്നിലുള്ള പുറകുവശത്തെ പല്ലുകൾക്ക് മാത്രമേ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ റേറ്റിന്റെ കാര്യം എന്ന് പറയുമ്പോൾ മറ്റൊരു സെറാമിക്കിലാണെങ്കിലും അല്ലെങ്കിൽ സിർക്കോണിയ ക്രൗൺസിനെയും കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് കവർ ഇട്ട് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രൗണ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാമിക് ഫേസിങ്, അതായത് ഈ മെറ്റൽ ക്രൗണിൽ തന്നെ മുകൾ വശത്ത് നമുക്ക് സെറാമിക് വൈറ്റ് കളർ സെറാമിക് കോട്ടിംഗ് വരുന്നതാണ് സെറാമിക് ക്രൗൺസ് പറയുന്നത്. ഈ ക്രൗൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ക്രൗണിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കൂടുതലായിരിക്കാണ്. ഓൾറെഡി മെറ്റൽ ക്രൗണിന്റെ മേലെയാണ് ഈ സെറാമിക് കോട്ടിംഗ് വരുന്നത്. അത് നല്ലത് എപ്പോഴും പിന്നിലുള്ള പല്ലുകൾക്ക് ആണ് ഏറ്റവും വെച്ചു കൊടുക്കാൻ നല്ലത്. കാരണം അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണയുടെ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഡിസ്കളറേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് അത് പിൻവശത്തെ പല്ലുകളിൽ വെച്ചു കൊടുക്കാനാണ്. എന്നാൽ സിർക്കോണിയ ക്രൗണിനെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ്. എന്നാൽ മെറ്റലിനേക്കാളും നമുക്ക് കാണുമ്പോൾ അത് വെച്ച പല്ലാന്ന് മനസ്സിലാവില്ല, പല്ലിന്റെ അതേ കളറായിരിക്കുന്നത് കൊണ്ട്. പിന്നെ ഉള്ളതാണ് സിർക്കോണിയ ക്രൗൺസ്. സിർക്കോണിയ ക്രൗൺസും ഇമാക്സ് ക്രൗൺസും അത് രണ്ടും ഏറ്റവും സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിലും ഓക്കെയാണ്. അതുപോലെ തന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് സെറാമിക് ക്രൗൺസിനേക്കാളും മെറ്റൽ ക്രൗൺസിനേക്കാളും റേറ്റ് കൂടുതലാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസ്തറ്റിക്കലി, അതായത് കാണാൻ നമുക്ക് വെച്ച പല്ലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ അതായത് ലെയറിങ് ചെയ്ത് നമ്മുടെ പല്ലുകളുടെ തൊട്ടടുത്ത പല്ലുകളുടെ ഷെയ്ഡ് എങ്ങനെയാണോ അതിലോട്ട് കറക്റ്റ് കൊണ്ടുവരുന്നതാണ് ഈ സിർക്കോണിയ അതുപോലെ തന്നെ ഇമാക്സ് ക്രൗൺസ്. അത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ആന്റീരിയറിൽ വെച്ച് ചെയ്ത് കൊടുക്കാം, മുൻവശത്തെ പല്ലുകളിൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിൻവശത്തെ പല്ലുകളിലും ഇപ്പം മിക്ക ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇമ്പാക്ഷൻ, ഭക്ഷണം കുടുങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം തിക്നെസ് ഒക്കെ വളരെയധികം കമ്പാരിറ്റീവ്ലി രണ്ടിന് കുറവായത് കാരണം തന്നെ ഭക്ഷണം കുടുങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതൽ. രണ്ട് പല്ലുകളുടെ ഇടയിൽ മിക്ക കവറിട്ട ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നമാണ് പല്ലുകളുടെ ഇടയിൽ ഭക്ഷണം കുടുങ്ങി നിൽക്കുക, അതായത് കവർ ഇട്ടതിൻ്റെ ഗ്യാപ്പിൽ ഫുഡ് കുടുങ്ങി നിൽക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് ക്യാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല്ല് ബ്രഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലോസിങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാലും പല്ലുകളുടെ ഇടയിൽ ഫ്ലോസ് ചെയ്ത് കൊടുക്കുക, ഭക്ഷണങ്ങൾ ഇടയിൽ കുടുങ്ങി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കലും വളരെയധികം അത്യാവശ്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ക്രൗണുകളുണ്ട്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് നോക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പലതരത്തിലുള്ള ക്രൗണുകൾ നമുക്ക് ഏത് പല്ലിലാണ് വെച്ചു കൊടുക്കുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, അത് നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്രൗണുകൾ സെലക്ട് ചെയ്യായിരിക്കും വളരെ നല്ലത്. ഇനി അല്ല പല്ല് ഒരുപാട് പൊട്ടിപ്പോയിട്ടില്ല, പല്ല് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ടൂത്താണ്, ജസ്റ്റ് നടുവിലൂടെ മാത്രം കേട് പോയിട്ടുള്ളൂ ഞരമ്പിലോട്ട്, അത് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പല്ല് നമുക്ക് വേണമെങ്കിൽ ബയോമെട്രിക് റെസ്റ്റോറേഷൻ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞ പല്ലുകളെ നമ്മൾ ക്യാപ്പിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ള ബയോമെട്രിക് റെസ്റ്റോറേഷൻസ് നമുക്ക് ചെയ്തിട്ട് പല്ലുകളെ നിലനിർത്താൻ സാധിക്കും. അതാകുമ്പോൾ പല്ലുകളെ നമുക്ക് മൊത്തത്തിൽ രാവിയിട്ട് ക്യാപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ക്യാപ്പ് ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പിൻവശത്തെ പല്ലുകളൊക്കെ ആണെങ്കിൽ, കാരണം നമ്മൾ ചവയ്ക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പല്ലുകളാണ് നമ്മുടെ പിറകുവശത്തെ ബാക്കിലെ പല്ലുകൾ. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല്ലുകൾ വേഗം തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലരുടെ ഡൗട്ടാണ് നമ്മൾക്ക് ഊരിപ്പോകുന്ന പല്ലുകൾ എന്ത് ചെയ്യണം, ആ ക്യാപ്പുകൾ എന്ത് ചെയ്യണം. അപ്പം നമ്മളിപ്പം ക്യാപ്പ് ഇട്ടു, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കുറേ കാലമായിട്ടിട്ട ക്യാപ്പാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇട്ട് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാർ ടൂത്ത് പിക്ക് ഇട്ട് കുത്താറുണ്ട് എല്ലാ പല്ലുകളുടെ ഇടയിലും. അങ്ങനെ നമ്മൾ ഓൾറെഡി ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് പല്ല് ക്യാപ്പ് ചിലപ്പം ഇളകിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ക്യാപ്പ് എടുത്ത് കളയാൻ പാടില്ല. ഈ ക്യാപ്പ് നമ്മൾ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ക്യാപ്പ് തന്നെ രണ്ടാമതും തിരിച്ച് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പം ഒരിക്കലും നമ്മൾ ആ ഊരിപ്പോകുന്ന ക്യാപ്പ് തിരിച്ച് വലിച്ചെറിയാനോ അല്ലെങ്കിൽ കളയാനോ പാടില്ല. അത് നമുക്ക് ഡോക്ടർ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് അതന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വേറൊരു ക്രൗൺ നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് വെച്ചു കൊടുക്കൽ അത്യാവശ്യമാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ കവർ ഇടണോ, ഒരു കവർ ഇട്ട് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് മാറ്റാം എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.